വീണ്ടും പാലക്കാട് പോകുമ്പോൾ പാലക്കാട്ടെ ഇരട്ട വോട്ട് പരാതിയിൽ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. സ്ഥലം മാറിപ്പോയവരുടെയും മേൽവിലാസത്തിൽ ഇല്ലാത്തവരുടെയും പട്ടിക വില്ലേജ് തലത്തിൽ ശേഖരിച്ചു വരികയാണ്. ഇത് പരിശോധിച്ച ശേഷമാകും തുടർ നടപടി ഉണ്ടാവുക. മണ്ഡലത്തിൽ 2700-ലധികം ഇരട്ട വോട്ടുകൾ ഉണ്ടെന്നാണ് CPM-ന്റെ പരാതി. ഇരട്ട വോട്ട് ആരോപിച്ച് കോൺഗ്രസും രംഗത്ത് വന്നിരുന്നു. BJP നേതാവ് C. രഘുനാഥിന് പാലക്കാട്ടും കോഴിക്കോടും വോട്ടുണ്ടെന്ന് തെളിയിച്ചാൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറാമെന്ന വെല്ലുവിളി തന്നെയാണ് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ നടത്തിയിരിക്കുന്നത്. ഇരട്ട വോട്ട് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു. BJP അനുകൂല വോട്ടുകൾ നീക്കം ചെയ്തു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ CPM ഉപകരണമായി ഉപയോഗിക്കുന്നുവെന്നും C. കൃഷ്ണകുമാർ ആരോപിച്ചു. രഘുനാഥിന് ഞാൻ ചലഞ്ച് ചെയ്യുന്നു. രഘുനാഥിന്റെ വോട്ട് കോഴിക്കോടാണ്. രഘുനാഥിന്റെ വോട്ട് പാലക്കാട് ഉണ്ടെന്ന് പറഞ്ഞാൽ, തെളിയിച്ചാൽ, VK ശ്രീകണ്ഠൻ തെളിയിച്ചാൽ ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് മാറാം. അല്ലെങ്കിൽ VK ശ്രീകണ്ഠൻ MP സ്ഥാനം രാജിവെക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഇന്ന് ഈ വിവാദം പരിശോധിക്കാൻ കളക്ടർ പ്രത്യേക യോഗവും വിളിച്ചിട്ടുണ്ട്. കളക്ടറുടെ ഇന്നത്തെ നീക്കവും നിർണായകമാണ്. അതേസമയം പരസ്യ പ്രചരണം അവസാനിക്കാൻ ഇനി 3 ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. പ്രചരണം ശക്തമാക്കിയാണ്. കൂടുതൽ സംസ്ഥാന ദേശീയ നേതാക്കളെ കളത്തിലിറക്കി ഇനി വരുന്ന 3 ദിവസം, ഇന്നും നാളെയും നാളെ കഴിഞ്ഞും നിർണായക രാഷ്ട്രീയ നീക്കങ്ങൾ, ചടുലമായ നീക്കങ്ങളൊക്കെ നമുക്ക് പാലക്കാട് രാഷ്ട്രീയത്തിൽ നിന്നും പ്രതീക്ഷിക്കാം. BB അരുണുണ്ട്, ഒപ്പം G. ശ്രീജിത്തുണ്ട്. ആദ്യം അരുൺ, ഇരട്ട വോട്ട് വിവാദം തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് ഉയർന്നു വന്നതാണ്. CPM ഈ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അതിന്റെ ചില കണക്കുകളും ഒക്കെ വന്നിട്ടുമുണ്ട്. ഇത് ഈ അവസാന നിമിഷം ഈ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ എങ്ങനെ സാധ്യം? പരിശോധന നടന്നേക്കാം, പക്ഷേ അതിനപ്പുറം ഇരട്ട വോട്ട് ഇല്ലാതാക്കാനുള്ള എന്തെങ്കിലും നടപടി നമുക്ക് പ്രതീക്ഷിക്കണോ? സ്ഥലത്ത് കഴിഞ്ഞ ആഴ്ചയാണ് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ആദ്യം വിവാദം മുന്നോട്ട് വച്ചത്. അന്ന് അദ്ദേഹം പറയുമ്പോൾ 100 കണക്കിന് വോട്ട് എന്ന് പറയുമ്പോൾ 2-3 വോട്ടുകൾ മാത്രമേ അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നുള്ളൂ. കണ്ണാടി പഞ്ചായത്തിലും അതുപോലെ മലമ്പുഴയിലുമൊക്കെ വോട്ടുള്ള ചില പേരുകൾ മാത്രം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ അതിന് ഇന്നലെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ പേരുകളുമായാണ്. അതിൽ BJPയുടെ ജില്ലാ അധ്യക്ഷൻ്റെ അടക്കം പേര് 2 മണ്ഡലങ്ങളിലുണ്ട്. മലമ്പുഴയിലും പാലക്കാടുമുണ്ട്. ചിലർക്ക് പട്ടാമ്പി വോട്ടുള്ളവർക്ക് ഇവിടെ വോട്ടുണ്ട്. കണ്ണാടി പഞ്ചായത്തിലും മലമ്പുഴയിലും വോട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ 2700-ഓളം വോട്ട് എന്നാണ് CPM-ന്റെ കണക്ക്. ഇത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ശരിവയ്ക്കുന്നു. ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് 2 ദിവസമായി ഇതിൽ പരിശോധന നടത്തുമെന്നാണ് വരണാധികാരി RDO ശ്രീജിത്ത് നമ്മോട് സംസാരിക്കുമ്പോൾ അല്പസമയം മുമ്പ് പറഞ്ഞത്. ഈ പരിശോധന നടക്കുക 2 ദിവസം പരിശോധിക്കുകയാണ്. താഴെത്തട്ടിൽ പരിശോധന വേണം, ബൂത്ത് ലെവലിലും വില്ലേജ് തലത്തിലുമൊക്കെ പരിശോധന വേണം. അത്തരം പരിശോധനകളാണ് നടക്കുന്നത്. അതിന് ഒരു പട്ടിക ലഭിച്ചിട്ടുമുണ്ട്. ആ പട്ടിക കൂടുതൽ വിശദമായി പരിശോധിച്ച ശേഷമാകും എന്ത് വേണമെന്ന കാര്യം തീരുമാനമെടുക്കുക. കാരണം അത്ര എളുപ്പമല്ല. നമുക്കൊരു പൊതുതെരഞ്ഞെടുപ്പാണെങ്കിൽ 2 മണ്ഡലങ്ങളിൽ വോട്ടുള്ള ആൾക്ക് ഒരിടത്ത് വോട്ട് ചെയ്താൽ അത് പിന്നീട് ചലഞ്ച് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. പക്ഷേ ഇത് ഉപതെരഞ്ഞെടുപ്പാണ്. ഒരിടത്ത് മാത്രമേ വോട്ടിംഗ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവർ നിയമാനുസൃത വോട്ട് ചേർത്തെങ്കിൽ അതെങ്ങനെ ഒഴിവാക്കുമെന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. വലിയ സംഘർഷം ഈ ബൂത്തുകളിലേക്ക് ഉണ്ടാകാൻ ഇടയാക്കുമെന്ന് ഉറപ്പാണ്. CPM ആദ്യഘട്ടത്തിൽ വളരെ കുറച്ച് വോട്ട് മാത്രമാണ് കണ്ടതെങ്കിൽ പിന്നീട് ഈ സ്ലിപ്പ് രാഷ്ട്രീയ പാർട്ടികൾ വോട്ടെടുപ്പ് ദിവസം കൊണ്ടുവന്ന് സ്ലിപ്പ് നൽകുന്ന പതിവുണ്ട്. അങ്ങനെ സ്ലിപ്പ് വിതരണത്തിന് പോകുമ്പോഴാണ് ഈ ക്രമക്കേട് കൂടുതൽ തിരിച്ചറിഞ്ഞതെന്നാണ് CPM പറയുന്നത്. CPM ജില്ലാ സെക്രട്ടറി വാർത്താ സമ്മേളനം തൊട്ട് പിന്നാലെ ഇന്നലെ ശ്രീകണ്ഠൻ MP-യും വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അദ്ദേഹവും BJP നേതാക്കളുടെ ഇരട്ട വോട്ട് ആണ് മുന്നോട്ട് വച്ച ആരോപണം ഉന്നയിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാർ നടപടിയെടുക്കുന്നില്ല എന്ന ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. പക്ഷേ BJP പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും 6000-ലധികം വോട്ടുകൾ ഇവിടെ കോൺഗ്രസ് ചേർത്തിട്ടുണ്ട്. BJP-യും അത്തരത്തിൽ ധാരാളം വോട്ടുകൾ പാലക്കാട് മണ്ഡലത്തിൽ പുതുതായി ചേർത്തിട്ടുണ്ട്. CPM-ന് അത് കഴിഞ്ഞില്ല. CPM-ന്റെ സംഘടനാ പ്രശ്നങ്ങൾ കാരണമൊക്കെ അതിന് കഴിയാതെ പോയതാണ്. അതുകൊണ്ട് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. സരിൻ്റെ വോട്ട് എങ്ങനെ വന്നു എന്ന ചോദ്യവും കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നു. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇരട്ട വോട്ട് ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതിലെന്ത് നടപടി എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കുഴക്കുന്നത്. നമ്മളിന്ന് ഭരണാധികാരിയോട് സംസാരിക്കുമ്പോഴും എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ അന്തിമ ധാരണ ഉണ്ടായിട്ടില്ല. ഈ പട്ടികകൾ പരിശോധിക്കട്ടെ, അതിനുശേഷം തീരുമാനമെടുക്കാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതായത് പാലക്കാട് വിഷയങ്ങളുടെ ആധിക്യമാണ്. പുതിയ വിഷയവും വിവാദവുമായി കൂടി ഇത് മാറുകയാണ്. സൂചിപ്പിച്ച പോലെ ഇനി ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ശേഷിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന കാര്യത്തിൽ ഇതിനും വ്യക്തതയില്ല. 10:30 CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു വീണ്ടും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാകും പറയാൻ പോകുന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ പ്രതിഷേധവും പ്രതിരോധവും ഒക്കെ CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാം. ബൂത്തിൽ ഈ ആളുകൾ വോട്ട് ചെയ്യാൻ വരുമ്പോൾ ചലഞ്ച് ചെയ്യുക എന്നുള്ളൊരു നടപടിയിലേക്ക് പോകാനും ഇടയുണ്ട്. കൂടുതൽ സംഘർഷാത്മകമായ അവസ്ഥയിലേക്ക് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിനെ കൊണ്ടെത്തിക്കാനും സാധ്യതയുണ്ട്. അരുണ, തുടരുക. ഏതായാലും 3 ദിവസം കൂടിയുള്ളൂ. ശ്രീജിത്ത്, ഒരു കാര്യം, ചാണ്ടി ഉമ്മൻ അല്പസമയം മുമ്പ് അവിടെ പാലക്കാടേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറി നിന്ന വിവാദ പരാമർശം നടത്തിയ പലരും, 3 പേരും 3 മുന്നണിയിലുള്ളവരും എത്തിച്ചേർന്നു. കെ മുരളീധരനുണ്ട്,
ഒപ്പം ഇപ്പം ഇ പി ജയരാജൻ്റെ കാഴ്ച നമ്മൾ കണ്ടു. ചാണ്ടി ഉമ്മനുണ്ട്, BJP-യിൽ ശോഭാ സുരേന്ദ്രനുണ്ട്. അങ്ങനെ ഉടക്കി നിന്നവരെല്ലാം ഒടുവിൽ അവരെ പാളയത്തിലെത്തിക്കാൻ രാഷ്ട്രീയ മുന്നണികൾക്ക് കഴിഞ്ഞു. അതാണ് നമ്മൾ പാലക്കാട് കണ്ടത്. എന്തായാലും ഇത് സംബന്ധിച്ച ഇന്നത്തെ നീക്കങ്ങൾ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണല്ലോ. അതിനു മുമ്പായി നമുക്ക് ചാണ്ടി ഉമ്മൻ്റെ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കേണ്ടതുണ്ട്. ചാണ്ടി ഉമ്മൻ പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ അനുഗ്രഹം സരിനുണ്ടാവില്ല. കാരണം അദ്ദേഹം ആദ്യം മത്സരിച്ചപ്പോൾ ഉമ്മൻചാണ്ടിയുടെ അനുഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം, ഇത്തവണ അനുഗ്രഹം ഉണ്ടാവില്ല എന്നതാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞത്. നമുക്ക് ചാണ്ടി ഉമ്മൻ്റെ വാക്കുകൾ കൂടി കേൾക്കാം. അല്ല, ഇവിടെ മത്സരമില്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് നോക്കുന്നില്ല, മത്സരത്തെക്കുറിച്ച് ഞങ്ങൾ നോക്കുന്നില്ല. UDF ജയിച്ചു കഴിഞ്ഞു. KPC പ്രസിഡന്റ് പറഞ്ഞ UDF LDF തമ്മിലാണ് മത്സരമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ജനം UDF-നെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇത് LDF സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്തായി ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണും. എന്റെ പിതാവിന്റെ കല്ലറയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തോടുകൂടി മത്സരിച്ച ഒരാളാ. പക്ഷെ ഇവിടെ വന്നിട്ട് വേറൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. അത് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കോൺഗ്രസ് പാർട്ടിയാണ് എന്റെ പിതാവിന്റെ പാത. ആ പാത വിട്ട് ആർക്ക് വേണേ പോകാം. പക്ഷെ അദ്ദേഹത്തിന് അനുഗ്രഹം ഉണ്ടെന്നും ആശീർവാദം ഉണ്ടെന്നും പിന്നെ ക്ലെയിം ചെയ്യാൻ പാടില്ലെന്നേ ഉള്ളൂ. എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ പ്രവർത്തിച്ച പാർട്ടിയുടെ നേതാവ് അവിടെ മത്സരിക്കുമ്പോൾ അവിടെ കൂടുതൽ സമയം എനിക്ക് സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഞാൻ അത് ചെയ്തിരിക്കും. ഓരോരുത്തർക്കും ഓരോ പ്രയോറിറ്റി അല്ലേ. എന്റെ കുടുംബത്തിൽ ഒരാൾ മത്സരിക്കുമ്പോൾ ഞാൻ കരുതുന്നു എന്റെ കുടുംബത്തിൽ ഒരാൾ മത്സരിക്കുമ്പോൾ അവർക്കാണ് പ്രയോറിറ്റി, യാതൊരു സംശയവുമില്ല. പ്രിയങ്ക ഗാന്ധി എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ കുടുംബത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങൾ അവരുടെ കുടുംബത്തിലെ അംഗമായിട്ട് കരുതുന്ന നേതാവാണ് പ്രിയങ്ക ഗാന്ധി. പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോൾ പ്രയോറിറ്റി എപ്പോഴും എന്നെ സംബന്ധിച്ച്, കാരണം എന്റെ കുടുംബത്തിൽ അംഗമായിട്ട് ഞാൻ കരുതുന്നുണ്ട്, എനിക്ക് പ്രയോറിറ്റി അതാണ്.